സച്ചി കുടിച്ചിട്ടില്ലെന്ന് സച്ചി ഒരു വീഡിയോ മുമ്പാകെ പറഞ്ഞിട്ട് തെളിവുകളടക്കം പുറത്തു വിടുകയാണ്. ഇത് രേവതിയുടെ അനിയത്തി രേവതിക്കേട്ട അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. അമ്മ അനിയനോട് പറയും കണ്ടില്ലടാന്നൊക്കെ പറയും. ഇത് കഴിഞ്ഞ് അച്ഛനാരോ ഫോൺ വിളിച്ചിട്ട് ഇത് പറയും. അച്ഛൻ ഫോൺ എടുത്തിട്ട് ഈ വീഡിയോ കാണുകയാണ്. എന്നിട്ട് പറയും ഞാൻ അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ പറയും. പോലീസ് സ്റ്റേഷനിലെത്തി കഴിയുമ്പോൾ എസ് ഐ വളരെ സ്നേഹത്തോടാണ് അവരോട് പെരുമാറുക. സച്ചിയോട് പറയും ഞങ്ങളുടെ ഭാഗത്തും ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറയും. പിന്നെ എസ് ഐ ഇവരുടെ ബന്ധത്തെ ഇങ്ങനെ പുകഴ്ത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രീകാന്ത് പറയും അന്നൊന്ന് ചെക്ക് പോലും ചെയ്യാതെ വണ്ടി പിടിച്ചെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എസ് ഐ പറയും അന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, കമ്മീഷണർ നേരിട്ട് വണ്ടി പിടിച്ചെടുക്കാൻ പറയുമായിരുന്നു എന്നൊക്കെ പറയും. സച്ചി കാറ് വിട്ട് തരണമെന്ന് പറയുമ്പോൾ പോലീസ് പറയും എന്തായാലും വിട്ട് തരും, അല്ലെങ്കിൽ ഞങ്ങൾ കോടതി കയറേണ്ടി വരും എന്ന് പറയും. എന്നിട്ട് പറയും അവനെ ഇങ്ങ് കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ ഒരു പോലീസുകാരെ ആൻ്റണിയും കൊണ്ട് അങ്ങോട്ട് വരും. ശ്രീകാന്ത് പറയും ഇവനെതിരെ പരാതി എടുത്തിട്ട് കേസെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരെ പറയും ഇവനൊന്നും ജയിലിൽ കിടന്നിട്ട് ഒരു കാര്യമില്ല, നന്നാവില്ല. സച്ചിയോട് പറയും 1,00,000 ഞാൻ ഇവനോട് വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരും. സച്ചി പറയും എനിക്കിവൻ്റെ കാശൊന്നും വേണ്ട, ഇവന് ജയിലിൽ തന്നെ കിടക്കണം എന്ന് പറയും. അത് കേട്ട് എസ് ഐ പറയും FIR ഇട്ട് ഇവനെ ലോക്കപ്പിൽ അടക്കിയാറ്. തിരിച്ചിറങ്ങി വരുമ്പോൾ പോലീസുകാരനോട് ആൻ്റണി ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ രേവതി പറയും പുറത്തായിരുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ അടിക്കാൻ പറയായിരുന്നു പറയും. അപ്പോൾ സച്ചി പറയും ഇവിടെ വെച്ചു ഞാൻ വേണമെങ്കിൽ അടിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി പോയിട്ട് അവിടെ ആൻ്റണിയെ കുറേ അടിക്കുകയാണ്. ഇത് കണ്ട് എസ് ഐ വന്ന് ചൂടാവുകയൊക്കെ ചെയ്യും. എസ് ഐയോട് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങും. പോലീസ് സ്റ്റേഷനിൽ ശരത്തിനെ കാണുമ്പോൾ രേവതി അവനോട് ചൂടാവുകയും കുറേ ഉപദേശിക്കുകയോ ചെയ്യും. ഇത് കേട്ടിട്ട് ശ്രീകാന്ത് പറയും ശരത്തെ നീ പഠിക്കുന്ന പയ്യനാ, ഇങ്ങനത്തെ കൂട്ടുകെട്ടൊന്നും നിനക്ക് നല്ലതല്ല എന്നൊക്കെ പറയും. വീട്ടിലെത്തിയ സച്ചിയുടെ അച്ഛൻ അവരോടൊക്കെ പറയാണ് സച്ചി നിരപരാധിയായിരുന്നു, അത് തെളിയിക്കാൻ രേവതി വേണ്ടി വന്നു എന്നൊക്കെ. സച്ചി അന്ന് വിശ്വസിക്കാതെ പോയതിൽ അച്ഛന് വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. അച്ഛൻ ഫോണെടുത്ത് സുധിയോട് പറയും സുധി ഈ ഫോണിലുള്ള വീഡിയോ TV കാണിക്കുക, നീ തന്നെ അത് TV കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതും പറഞ്ഞ് അച്ഛൻ എല്ലാവരോടും അകത്തേക്ക് ചെല്ലാൻ പറയും. എന്നിട്ട് സുധി ആ വീഡിയോ TV യിൽ പ്ലേ ചെയ്യാണ്.